ഞാനൊരു കോമാളിയാ, ബഫൂൺ. ഇപ്പൊ എന്തായി? നീയായിട്ടല്ലേ ഇവനോട് സംസാരിക്കാൻ വന്നത്? ഇവന് പക്ക കോംപ്ലക്സ് ആണ്. വെറും കോംപ്ലക്സ് അല്ല, സൂപ്പർലേറ്റീവ് ഡിഗ്രി കോംപ്ലക്സ്. അതിനിപ്പോ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നേ? ഓരോ ദിവസം കഴിയുന്നോറും വിനോദും ഇന്ദുവും തമ്മിലുള്ള ബന്ധത്തിനിടയിൽ അകൽച്ച കൂടുന്നില്ലെന്ന് എനിക്കൊരു സംശയം. അതെനിക്കും തോന്നിയതാ. പക്ഷെ പശയിട്ട് ഒട്ടിച്ചേർക്കാൻ പറ്റുമോ രണ്ടെണ്ണത്തിന്? അല്ലടാ ആനന്ദേ, നമുക്ക് ആ വഴി ഒന്ന് ട്രൈ ചെയ്താലോ? ഏതു വഴി? അവരെ ഒട്ടിച്ചേർത്ത. സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിക്കുമ്പോൾ നിങ്ങൾ വെറുതെ തമാശ വളമല്ലേ? നമ്മുടെ കോഴ്സ് കഴിഞ്ഞാലുടനെ അവരുടെ മാരേജ് നടക്കണം. അതുകൊണ്ട് പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞേക്കാം. ഈ വേറെ നല്ല തമാശയ്ക്ക് പോലും നീ ഓ പിന്നെ ഉള്ള കാര്യം ആരുടെ നീ ഇപ്പൊ അങ്ങനെ വലിയ സത്യമാവണ്ട. അവര് തമ്മിൽ മാച്ച് ഇല്ലെങ്കിൽ അത് ഉണ്ടായിക്കോളും. ചിന്തിക്കാനാവില്ല. എനിക്ക് ഫ്രണ്ട്ഷിപ്പ് നീ ചൂടാ. ഞാൻ വെറുതെ വേണ്ട, ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ വെറുതെ പോലും പറയണ്ട. വിനോദിന്റെ ആയിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ കുറിച്ച് ഇതല്ലേ പറയാ? ആനന്ദ്, ഞാൻ പറഞ്ഞല്ലോ സർ, ഇന്ദുവും വിനോദവും തമ്മിൽ എന്നും പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അത് അവരുടെ സ്വഭാവത്തിന്റെ പ്രത്യേകത ഉണ്ടാവാം. വീട്ടുകാർ പണ്ടേ നിശ്ചയിച്ചുറപ്പിച്ചതായിരുന്നു വിനോദിന്റെയും ഇന്ദുവിന്റെയും വിവാഹം. പക്ഷേ അതെന്തുകൊണ്ടാണ് നടക്കാൻ? ഞാൻ ഹേലിയാസ് ആരും ആലോചിച്ചില്ലേ? ഞാൻ ആലോചിച്ചിട്ട് എന്ത് കാര്യം സർ? നടന്നില്ല, അതാണ് സത്യം. വിധിയുടെ വിളയാട്ടം എന്നൊക്കെ പറയാറില്ലേ, അതാവും കാരണം. അന്ന് എക്സാം കഴിഞ്ഞ് നേരെ കൽക്കട്ടയ്ക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു ഇന്ദു. മകളിന്റെ അടുത്തേക്ക് ജസ്റ്റ് ഒരു വെക്കേഷൻ ട്രിപ്പ്. പക്ഷെ ആനന്ദിന്റെ മരണം അവൾക്ക് നോക്കായി. ഞങ്ങൾക്കെല്ലാം ആയിരുന്നു ഒരു വല്ലാത്ത മരവിപ്പ്. അത് ആരോടും പറഞ്ഞ് വിസ്തരിക്കാനൊന്നും കഴിയില്ല. കാരണം ആനന്ദ് ഞങ്ങൾക്കെല്ലാം അങ്ങനെയായിരുന്നു. ഇപ്പോ ആ ഇന്ദു എവിടെയുണ്ട്? കൽക്കട്ടയിൽ. അന്ന് കൽക്കട്ടയിൽ പിന്നീട് ഇതുവരെ മടങ്ങി വന്നില്ല. അവിടെ ഒരു ജർമ്മൻ കൊളാബറേറ്റഡ് കമ്പനിയിൽ ജോയിൻ ചെയ്തു. അവൾക്കെന്തോ ഇവിടേക്ക് വരാൻ വല്ലാത്ത മടി പോലെ. അവരുടെ മാരേജ്? നോ, ഇതുവരെ ഇല്ല. കഴിഞ്ഞ ആഴ്ച അവളുടെ മെയിലുണ്ടായിരുന്നു. അല്ല, ഈ വിനോദുമായി ഇപ്പൊ നിങ്ങൾക്ക് കോണ്ടാക്ട്സ് ഒന്നുമില്ലേ? ഇല്ല സർ. വായ്? പിന്നെ ഞാനായിട്ട് എന്തിനു കഷ്ടപ്പെടണം? ബാക്കി ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള മിക്കവാറും പേരും മെയിലുകൾ അയക്കും. ജോഷി ഇപ്പൊ വെൽ സെറ്റിൽഡ്. ഞങ്ങൾക്കൊക്കെ ഇടയിലുള്ള ആ റിലേഷൻ വിനോദമായിട്ടില്ല. എനിക്ക് ആക്ച്വലി അവനിപ്പോ എന്താ, ആരാ, ഇതിനെപ്പറ്റിയൊന്നും. ഓക്കെ ഹേലിയാസ്, താങ്ക് യു. ഞാനിതൊക്കെ ഒരു കൗതുകത്തിന് അന്വേഷിച്ചതാ. എന്റെ വൈഫിന്റെ സീനിയേഴ്സ് ആയിരുന്നല്ലോ നിങ്ങളൊക്കെ. ആനന്ദിന്റെ മരണത്തെപ്പറ്റി പുള്ളിക്കാരി പറഞ്ഞു കേട്ടപ്പോ വെറുതെ ഒന്ന് അറിയണം തോന്നി. അതിനെന്താ സാറിന് എന്തോ എപ്പോഴും എന്നോട് ചോദിക്കാം. ഒരു മാസം കൂടി ഞാൻ ഇപ്പോഴത്തെ സൈറ്റിൽ കാണും.